അപ്പോൾ ഓണമൊക്കെ അല്ലേ വരാൻ പോണ്. അപ്പം നമുക്ക് പൂവൊക്കെ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ നോക്കിയാലോ. അപ്പം എനിക്കിവിടെ റോസാപ്പൂ ഇട്ട് കിട്ടിക്കുന്നത്. അപ്പം അതൊക്കെ മാല കോർത്തുണ്ട്. ഇത് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ആദ്യം നടുവത്തെ പോർഷൻ മാത്രം മോളിക്ക് എടുത്തിട്ട് ഒന്ന് സൈഡ് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ മുടി വെച്ചിടാനാണോ അതോ കെട്ടി വെച്ചിട്ടുള്ള ഹെയർ സ്റ്റൈലാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നും കൂടി ഒന്ന് കമന്റ് ചെയ്യണേ. എന്നിട്ട് രണ്ട് സൈഡിലും കൂടി നമ്മളൊന്ന് ബാക്ക് കോംബ് ചെയ്യുക. അപ്പം അങ്ങനെ പഫ് പോലെ നിൽക്കുമല്ലോ, അങ്ങനെ ചെയ്യുന്നുണ്ട്. കുറച്ചെടുത്തിട്ട് കണ്ടോ അങ്ങനെ ബാക്കിക്ക് കോംബ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഒന്ന് പഫ് പോലെ നിൽക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്ലൈഡ് കുത്തി വെക്കുന്നുണ്ട് കേട്ടോ. സെറ്റ് ആയതിനു ശേഷം പിന്നെ ഇതാ നമ്മളെ പൂവും കൂടി വെക്കുന്നുണ്ട്. ഇതാ ഇപ്പൊ ഇങ്ങനെയാണ് ഉണ്ടായത്. മുടി കെട്ടി വെച്ചിട്ടാണോ അതോ വെച്ചിട്ടുള്ള ഹെയർ സ്റ്റൈലാണോ നിങ്ങൾക്ക് ഇഷ്ടം? ഈ അടുത്തൊരു സിമ്പിൾ ഹെയർ സ്റ്റൈൽ നോക്കിയാലോ. സിമ്പിൾ ആയിട്ടൊരു ഓണം ഹെയർ സ്റ്റൈൽ നോക്കിയാലോ. പൂവൊക്കെ വെച്ചിട്ടുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പൊ ഒരു ചീർപ്പും ഒരു പെന്നും വേണം കേട്ടോ. ഇതിനായിട്ട് നമുക്ക് ആദ്യം നടുനേര് എടുക്കണം. എന്നിട്ട് കുറച്ച് പോഷൻ എടുത്തിട്ട് ഇതാ ഞാൻ ചെയ്യണ പോലെ മോളിക്കാക്കിയിട്ട് ഇങ്ങനെ ചീന്ത കേട്ടോ. എന്നിട്ട് ഈ പെന്നിൻ്റെ അത് കൂടെ ഒരു ചുറ്റിൽ അങ്ങോട്ട് ചുറ്റിയിട്ട് ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഞാൻ ആകെ ഷോക്കായി പോയിട്ടോ. സൂപ്പറായിട്ടുണ്ടായിരുന്നു. നല്ല പഫ് പോലെ നിന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒട്ടി നിൽക്കണ മുടിയൊക്കെ കാണിച്ചാൽ അങ്ങനത്തെവർക്ക് ഇത് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. മറ്റേ സൈഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും എന്നാലും നല്ല പഫായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. എന്നിട്ട് എല്ലാം മുടി കൂടി ഫ്രണ്ടിക്കൊക്കെ ഇടുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് എല്ലാം ഞാൻ ലെവലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഫ്രണ്ടിക്കൊക്കെ ഇട്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. ഇപ്പോൾ കുർത്തയുടെ കൂടെ ഒക്കെ ചെയ്യാൻ പറ്റിയൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു റോസും കൂടി സൈഡിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ദാ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇഷ്ടപ്പെട്ടോ? ഇനി അടുത്തൊരു ഹെയർ സ്റ്റൈൽ നോക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ വഴ എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി വെക്കുക. ഞാൻ അങ്ങനെ കാട്ടണ പോലെ കേട്ടോ. ഇങ്ങനെ പറയേണ്ടത് അറിയില്ല. അപ്പം ചെറുതായിട്ട് എല്ലാവിടുന്ന് എടുത്തെടുത്തിട്ട് ഇങ്ങനെ തിരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് രണ്ട് സൈഡും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു സൈഡിൽ ചെയ്തിട്ട് സ്ലൈഡ് കുത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ മറ്റേ സൈഡിലും കൂടി ഇങ്ങനെ എടുത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നേര് ഞാനിപ്പോൾ നടുനേരാണ് എടുത്തിരിക്കുന്നത്. ഇത് നേര് കാണിച്ചാലും ഇങ്ങനെ ഇടാറ് വെച്ച് അങ്ങനെ ചെയ്യാം കേട്ടോ. രണ്ട് സൈഡും ഒന്ന് സ്ലൈഡ് വെച്ച് സെക്യൂർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ റോസാപ്പൂ വന്നിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ മാല കോർത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. റോസാപ്പൂ ആയതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് റോസ് വെച്ചിട്ട് ട്രൈ ചെയ്യണത്. വീട്ടിൽ കുറേ റോസാപ്പൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. ബാക്കിൽ ഇത്തിരിയൊക്കെ കൊളയുണ്ട്, എന്നാലും നല്ല ലുക്കായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി അടുത്തൊരു ഹെയർ സ്റ്റൈൽ നോക്കാം. ഞാൻ പെണ്ണ് വെച്ച് കണ്ട ഒരു ഹാക്കാണ് കേട്ടോ അത്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ശരി ഓണം ഹെയർ സ്റ്റൈലിൽ ഇതും കൂടി ആഡ് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ മോളിക്ക് നന്നായിട്ടൊന്ന് കോംബ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഞാൻ പെണ്ണാണ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് പോർഷനായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഞാൻ ഇപ്പോൾ ചെയ്യണ പോലെ മോളിക്കാക്കുക. അപ്പം നമുക്ക് ഇതങ്ങനെ കുറച്ച് തിക്കായിട്ടുള്ള ഒരു മുടി ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ അതങ്ങനെ കുറച്ച് ഗ്യാപ്പായിട്ട് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലായിരുന്നില്ലേ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആകെ ഷോക്കായിട്ടോ. ഇങ്ങനെ നന്നായിട്ട് എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് അതിന് ശേഷം ഞാനത് ഒന്ന് സ്ലൈഡ് വെച്ച് സെക്യൂർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് മുടി ഇങ്ങനെ വിടർത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ കണ്ടിട്ടുണ്ടല്ലോ ഈ ഒരു ഹെയർ സ്റ്റൈൽ. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് സക്സസ്ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മറ്റേ സൈഡും കൂടി ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു റോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വെച്ചിട്ട് ഒരു ഓണം ഹെയർ സ്റ്റൈലാക്കി. അടുത്ത ഹെയർ സ്റ്റൈൽ നോക്കാം. റോസാപ്പൂ വെച്ചിട്ടുള്ള ഹെയർ സ്റ്റൈൽ കുറേ പേർക്ക് ഇഷ്ടമായി. അപ്പം ഇനി നമ്മളുടെ മുല്ലപ്പൂ വെച്ചിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലും കൂടി ആക്കാം. അപ്പം ഞാൻ മുടി എല്ലാം കൂടി ഒരു സൈഡിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ പിന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ചെടുത്ത് പിന്നെയും കുറച്ചെടുക്കുക. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യണത്. പിന്നെ മുടിയൊക്കെ ഒരു സൈഡിലേക്ക് ഇട്ടിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യുന്നത്. മറ്റേ ഞാൻ നേരിട്ടിട്ടാണ് ചെയ്യാറ്. ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നു. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. എന്നിട്ട് ലാസ്റ്റ് ഇതാ നമ്മളുടെ ഒരു പ്ലാസ്റ്റിക് മുല്ലപ്പൂവിൻ്റെ ഒരു ബണ്ണും കൂടി എടുത്തിട്ട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഓണം ഹെയർ സ്റ്റൈൽ കുറച്ച് നമുക്ക് ഇനി മുടി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ലൂസാക്കിയിട്ട് ഇടാം. അപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട ഒന്ന് പറയണം കേട്ടോ. പിന്നെ വേറെയും കുറേ ഹെയർ സ്റ്റൈൽസ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന പെട്ടെന്ന് എന്താ ബ്ലൗസിൽ ഒരു മയിൽ വന്നിരുന്നില്ലേ? അപ്പം ഞാൻ ചെയ്തതാണ്. അത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ അടിയിൽ ടാഗ് ചെയ്തിട്ടുണ്ട് ഒരു ആരോ പോലെ. അത് നോക്കിയാൽ മതി കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഒരു ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ നോക്കിയാലോ. ഓണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം മുടിയും കൂടി ഒരു സൈഡിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു സൈഡ് നേരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ മുടി ഇങ്ങനെ ചുരുളിക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് അതിന് ശേഷം മുടി പിന്നിട്ട് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ഒരു ബണ്ണ് വെച്ച് സെക്യൂർ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ലൂസാക്കിയിട്ട് വരുന്നുണ്ട്. പിന്നെ എൻ്റെ ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ മടക്കിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ബ്ലാക്കും ബ്രൗൺ കളറായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഹെയർ എക്സ്റ്റൻഷൻ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒന്നും കൂടി ഒന്ന് ബണ്ണ് വെച്ചിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല തിക്കായിട്ട് തോന്നും, നമ്മളുടെ മുടി നല്ല വോളിയം ഉള്ള പോലെ തോന്നും. പിന്നെ കളറൊക്കെ ആകുമ്പോൾ എൻ്റെ ഹെയർ ഓൾമോസ്റ്റ് ആ കളർ ആയതുകൊണ്ട് അങ്ങനെ ചെയ്തപ്പോൾ ബോറായിട്ടൊന്നും തോന്നുന്നില്ല, എനിക്ക് ഇഷ്ടമായി. പിന്നെ ഒരു പൂവും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓണം ലുക്ക് ഹെയർ സ്റ്റൈലായിട്ടുണ്ട്. ഇനി ഷോർട്ട് ഹെയർസ് ഉള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. ഇനി പൂ വെച്ചിട്ടുള്ള അടുത്തൊരു ഹെയർ സ്റ്റൈൽ നോക്കാം. അപ്പോൾ ഒരു പോണിറ്റെയിൽ കെട്ടണ പോലെ ഒന്ന് മോളിക്കാക്കിയിട്ട് കെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് 6th ഹെയർ സ്റ്റൈൽ വീഡിയോ ആണ് ഓണത്തിൻ്റെ. അപ്പോൾ വേറെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കെട്ടിയതിന് ശേഷം ഒരു നടുഭാഗം നമ്മളിങ്ങനെ എടുത്തിട്ട് മുടി എല്ലാം കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഇടണം കേട്ടോ. നമ്മളെല്ലാ വീഡിയോസിലും കാണുന്നതാണ്. അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ കൂടെ ഇടുമ്പോൾ ഇങ്ങനെ മടങ്ങിയ പോലെ ഇരിക്കും മുടി. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ടൈറ്റായിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്, എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അതിനുശേഷം പൂവ് ഞാൻ ഇങ്ങനെ ഒരു ബണ്ണിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ എന്തായാലും പൂവൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും. ഏത് ഹെയർ സ്റ്റൈലാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറയണം കേട്ടോ. ഇനി അടുത്ത ഹെയർ സ്റ്റൈൽ നോക്കാം. അപ്പോൾ റോസാപ്പൂവാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ സൈഡ് നേരെ ഒന്ന് ആക്കിയതിന് ശേഷം എല്ലാ മുടിയും കൂടി ഒരു സൈഡിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മുടി എടുത്ത് പിരിച്ച്, പിന്നെ കുറച്ച് മുടി എടുത്ത് പിരിച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ലൂസാക്കി വിടുന്നുണ്ട് കേട്ടോ, ഒന്ന് വോളിയം ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ്. ഇനി എല്ലാ മുടിയും കൂടി എടുത്തിട്ട് ഒന്ന് പിന്നി കൊടുക്കുന്നുണ്ട്. കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ശരിയാക്കിയിട്ട് ചെയ്യണം. അപ്പോൾ നന്നായിട്ടൊന്ന് പിന്നി കൊടുത്തതിന് ശേഷം അതും ഒന്ന് ലൂസാക്കിയിട്ട് വിടുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊരു ബണ്ണ് വെച്ചിട്ട് സെക്യൂർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അടിയിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളുടെ പൂ എടുത്തിട്ട് ഉള്ളിൽ കൂടെ ഇങ്ങനെ മോളിക്ക് വയ്ക്കുക. അപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഷോർട്ട് ഹെയർസിനൊക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ടാവും. ഈ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനി നമുക്ക് ലാസ്റ്റത്തെ ഹെയർ സ്റ്റൈലും കൂടി കണ്ടു നോക്കാം. കാണുമ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ നല്ല ഈസിയാണ് കേട്ടോ ചെയ്യാം. ആദ്യം നടുനേരെ എടുത്തിട്ട് പിന്നെ കുറച്ച് പോർഷൻ നമ്മൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ എടുക്കുക കേട്ടോ. നേരൊക്കെ എടുത്തിട്ട് നല്ല വൃത്തിയിൽ ചെയ്യണം. എന്നിട്ട് ആ ഭാഗം മാത്രം അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ബാക്കിയൊക്കെ അങ്ങോട്ട് മോളിക്കാക്കിയിട്ട് ഒന്ന് സ്ലൈഡ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിലേക്ക് ഇട്ടുണ്ടായിരുന്ന ആ മുടി ഒന്ന് ചുരുട്ടിയിട്ട് ഇങ്ങനെ പകുതിയായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളത് ബാക്കിക്ക് വെച്ചിട്ട് വീണ്ടും ഒന്ന് സ്ലൈഡ് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുകളിലൊക്കെ ഇങ്ങനെ പഫ് പോലെ ആക്കണം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കും. പക്ഷെ ഇത് സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്, കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ രണ്ട് സൈഡും ഞാൻ അങ്ങനെ ബാക്കിക്ക് വെച്ചിട്ട് ഒന്ന് സ്ലൈഡ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പഫ് പോലെ ആക്കുന്നുണ്ട് എല്ലാ സൈഡും ഒന്ന്. അപ്പോൾ നല്ല വോളിയം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ബാക്കിലൊരു റോസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഉണ്ടോ, സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഇത്രയും ഹെയർ സ്റ്റൈൽ വീഡിയോസിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഞാൻ വേറെയും കുറേ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലൗസ് ഹാക്ക് അങ്ങനെയൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഓണം സീരീസൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചാനലിൽ കയറി നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണോ? അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.